എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരുവിധ സമരങ്ങളോ അടിപിടിയോ ബഹളങ്ങളോ പോലീസ് ലാത്തിച്ചാർജുകളോ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടുപോയി. എന്തുകൊണ്ടെന്നാൽ LDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാരണം. ഇപ്പം ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വന്ന് ഇപ്പോൾ വളരെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നടന്ന ലഹളകളെല്ലാം നമ്മളെല്ലാം കണ്ടാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പേരൻസ്, മാതാപിതാക്കളുടെ കുട്ടികളുടെ രക്ഷകർത്താവ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ കുട്ടികളെ വളർത്തി ഒരു പരുവം വരെ 20-21 വയസ്സ് വരെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി കോളേജിൽ അയക്കുന്നു. പിള്ളേരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് അവരെ ലെവലിലാക്കുന്നത്. ഈ പിള്ളേർ വെളിയിലിറങ്ങി രാഷ്ട്രീയ നേതാക്കളുടെ അടിമകളായി അവർ പറയുന്നത് കേട്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പോയി അടികൊള്ളാനും കേസിലും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി പോവും. ഈ പറയുന്ന ഒരു നേതാക്കളുടെ മക്കൾ കേരളത്തിലെ കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിക്കുന്നത്. അവരിതുപോലെ യാതൊരുവിധ സമരപരിപാടികൾക്ക് ഇറങ്ങാറുമില്ല. അവരവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പേരൻസും ശ്രമിക്കുന്നുണ്ട്. അവരുടെ ആ കുട്ടികൾ അതുപോലെയാണ് ശ്രമിക്കുന്നത്. അവർ ഇന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടപെടാറില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പേരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. കുട്ടികൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടുകയോ അത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള പാസ്പോർട്ട് കിട്ടുകയോ വിസ ലഭിക്കുകയോ യാതൊരുവിധ കാര്യങ്ങളും നടക്കില്ല. ഇവിടെ നിങ്ങൾ സ്ട്രക്കായിപ്പോൾ നിങ്ങളുടെ ജീവിതം ഇവിടെ കൊഞ്ഞാട്ടയായി പോകത്തേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഒരു ക്രിസ്ത്യൻസോ ഒരു മുസ്ലിംസോ ആ കുഞ്ഞുങ്ങൾ അവർ ഒരു പ്രായം വരെ ഇവിടെ കഷ്ടപ്പെട്ട് വളർന്നിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ അഭയം തേടി അവരുടെ ജീവിതം അവർ സെറ്റിലാക്കി 10-20 വർഷം അവർ വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വന്ന് നാട്ടിൽ സെറ്റിലായി നല്ല രീതിയിൽ തന്നെ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളായ കുഞ്ഞാടന്മാരെ, നിങ്ങൾ ഇതുപോലെ യാതൊരുവിധ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാതെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പുറകിൽ പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയുന്നു. ലാസ്റ്റ് കഞ്ചാവും കള്ളും അടിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. ഒരു പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നിങ്ങളുടെ പേരൻസ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പോകാതിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇതുപോലെ അണികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിലും നിങ്ങളുടെ ലൈഫ് നോക്കുക. നിങ്ങൾ എത്ര പറഞ്ഞു തന്നാലും എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഹിന്ദു സമുദായത്തിൽ തന്നെ എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ സമുദായത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടി നിങ്ങളുടെ ജീവിതം കുഞ്ഞാട്ടയാക്കി കളയരുത്. നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ അവരെല്ലാവരും വിദേശ രാജ്യങ്ങളിലാണ് പഠിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി അവരുടെ ജീവിതം അവർ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അണികളായിട്ട് നിങ്ങൾ ഒരു സാമ്പത്തികവും ഇല്ലാത്ത, കിടക്കാടം പോലും ഇല്ലാത്ത അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്ത് നിങ്ങളെ വളർത്തി നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നു. നിങ്ങളുടെ ലൈഫ് സെറ്റിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അച്ഛനമ്മമാരെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ വീടിനെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP ഓരോ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇങ്ങനെ ആവശ്യമില്ലാത്ത അടികൊള്ളാനും അടിക്കുണ്ടാക്കാനും സമരത്തിനും ലഹളയ്ക്കും ഒന്നും ദയവ് ചെയ്ത് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ രക്ഷപ്പെടുക. നമ്മൾക്ക് കാണാവുന്ന നിങ്ങൾ മനസ്സിലാക്കുക. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മക്കൾ ആരും ഈ പറയുന്ന അടിപിടിക്കും ഈ സമരത്തിനും ലഹളത്തിനും ഒന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ കാണുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോയി നിങ്ങളുടെ ജീവിതം തകർക്കാതെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുക. അത് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. എല്ലാ മാതാപിതാക്കളോടും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നന്ദി, നമസ്കാരം.